ഹായ് ഹലോ എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. മനോഹരമായൊരു 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കില്ല. ഇങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് സമീപത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കളമശ്ശേരിക്കും ആലുവയ്ക്കും മധ്യത്തിലായി മനോഹരമായൊരു ലൊക്കേഷനിലാണ്. ചെറിയൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീട് 2300 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. നല്ല വീതി കൂടിയ റോഡ് സൗകര്യം ഈ വീടിന് വരുന്നുണ്ട്. മാത്രമല്ല ബസ് റൂട്ട് ഫ്രണ്ടേജായാണ് ഈ മനോഹരമായ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈ ലൊക്കേഷൻ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. കളമശ്ശേരിയിലേക്ക് 4 കിലോമീറ്റർ ദൂരവും ആലുവ ടൗണിലേക്ക് 4.5 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. തൊട്ടടുത്തുള്ള കാർമൽ ഹോസ്പിറ്റലിലേക്ക് ഏതാണ്ട് ഒരു 2 കിലോമീറ്റർ മാത്രം ദൂരവും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. മാത്രമല്ല നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും ഇടപ്പള്ളി ടൗണിലേക്ക് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ മാത്രം ദൂരവും വരുന്നുണ്ട്. വിശാലമേറിയ മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ വീടിൻ്റെ മുൻവശത്ത് ലഭിക്കുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് ഈ വീടിന് നൽകിയിരിക്കുന്നു. തീർത്തും ശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ചെറിയൊരു സിറ്റൗട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനെ ഗ്രാനൈറ്റും നൽകിയിരിക്കുന്നു. 2 പാളികളിലായി നിർമ്മിച്ച മനോഹരമായൊരു മെയിൻ ഡോർ ഈ വീടിന് അവൈലബിൾ ആണ്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് അവൈലബിൾ ആണ്. ധാരാളം ഷെൽഫുകളെല്ലാം നൽകി മൾട്ടിവുഡ് ചേർത്ത ഈ മനോഹരമായ TV യൂണിറ്റ് വലിയൊരു TV സ്ഥാപിക്കാനുള്ള പ്രത്യേക സ്പേസ് നൽകി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ ഏതാണ്ട് ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഈ ഒരു ഭാഗത്തായി ഒരു ചെറിയൊരു കോർട്ട്യാർഡെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. മനോഹരമായ ഒരു മെത്തേഡിൽ തന്നെയാണിത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നിർമ്മിച്ച ഈ ഒരു ഏരിയയിൽ ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഒരു കാൻഡിലിവർ മോഡലിലാണിത് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനെ ഈ വുഡൻ ഫിനിഷുള്ള ടൈൽസുകളും ഹാൻഡിലിനായി സ്റ്റെഫൻ ഗ്ലാസും വുഡുമാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ചെറിയൊരു കോർട്ട്യാർഡെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിലായി ഒതുങ്ങിയ ഒരു ഏരിയയിലായിട്ടാണ് ഇവിടുത്തെ കോമൺ വാഷ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ്. ഇതിൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി ജാഗൂർ ബ്രാൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചൺ സൈഡിലേക്ക് പോയാൽ നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഓപ്പൺ കൺസെപ്റ്റിൽ തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ കിച്ചണിന് ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പിനായി ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിഴക്കോട്ടാണ് കേട്ടോ ഈ കിച്ചണിൻ്റെ ഒരു ദർശനം വരുന്നത്. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് 2 ബെഡ്റൂമുകളും നൽകിയിരിക്കുന്നത്. 2300 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ വീട് നിർമ്മിച്ചിരിക്കുന്നത്.
ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 14 അടി നീളവും 12 അടി വീതിയുമായാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു വാൾഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലൊരു ബാത്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജാഗോർ ബ്രാൻഡാണ് ഇതിനുവേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിരിക്കുന്നു. വലിയൊരു വാൾഡ്രോബ് സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. ഏതാണ്ട് ഒരു 14-12 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു വാൾഡ്രോബ് സൗകര്യം അവൈലബിൾ ആണ്. ബാത്റൂം സൈഡിലേക്ക് വരാൻ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജാഗോർ ബ്രാൻഡാണ് ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. വാൾമോൺ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയ സ്റ്റെയർകേസ് മനോഹരമായ രീതിയിലൊരു കാൻറ്റിലിവർ മോഡലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിലിനെ ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് അപ്പർ ലിവിംഗ് ഏരിയ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം നൽകിയിരിക്കുന്നു. നല്ല ഭംഗി ഇൻറ്റീരിയർ വർക്കുകളിൽ നല്ല ശ്രദ്ധ നൽകി തന്നെയാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളും ഒരു ഫാമിലി ലിവിംഗ് ഏരിയയും മനോഹരമായൊരു ബാൽക്കണിയും മാത്രമല്ല ഒരു യൂട്ടിലിറ്റി സ്പേസുമാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് 4.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2300ഓളം സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകൾ നൽകി കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ലൊക്കേഷനാണ്. ബസ് റൂട്ട് ഫ്രണ്ടേജായി തന്നെയാണ് ഈ ഒരു വീടുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഒരു TV യൂണിറ്റ്, ഒരു മീഡിയ സ്പേസും മീഡിയ റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഈ ഒരു ഭാഗത്തേക്ക് പോയ ഒരു ബാൽക്കണി നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൂവേഴ്സ് എല്ലാം നൽകി മനോഹരമാക്കിയ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. പ്ലാന്റുകളെല്ലാം വയ്ക്കാൻ പറ്റിയ പ്രത്യേക സ്പേസും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം, ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ മനോഹരമായ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഫ്ലോറിങ്ങിനായി മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലുള്ള ബെഡ്റൂം തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലും അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വലിയൊരു ബാത്റൂം ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആലുവ ഭാഗത്തേക്കായാലും കളമശ്ശേരി, എടപ്പള്ളി ഭാഗത്തേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഏതാണ്ട് ഒരു 12 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുള്ളൂ. കൂടാതെ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും മെട്രോ സ്റ്റേഷനാണെങ്കിലും ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്നുണ്ട്. കൂടാതെ ഹോസ്പിറ്റലാണെങ്കിൽ രാജഗിരി ഹോസ്പിറ്റലാണെങ്കിൽ 4 കിലോമീറ്റർ മാത്രം ദൂരവും, കാർമൽ ഹോസ്പിറ്റലാണെങ്കിൽ ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. ഈ ഒരു ലൊക്കേഷൻ നിർമ്മിച്ച മനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിടിലം വീടിൻ്റെ വിശേഷമായി നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.